ഓർഡർ റൂൾ 50. മലബാർ മേഖലയിൽ ജില്ലകളിൽ +1 സീറ്റിൻ്റെ കുറവ് മൂലവും പുതിയ +1 ബാച്ചുകൾ അനുവദിക്കാത്തത് മൂലവും SSLC പരീക്ഷ വിജയിച്ച വിദ്യാർത്ഥികളുടെ ഉപരിപഠനം പ്രതിസന്ധിയിലായതിനായി പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിനായി സഭാ നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപം പരിഗണനക്കെടുക്കണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ N. ഷംസുദ്ദീൻ, സണ്ണി ജോസഫ്, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ, ശ്രീമതി KK രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി. പ്ലീസ്. സാർ, അടിയന്തര പ്രമേയ നോട്ടീസിൽ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ SSLC പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് യാതൊരു പ്രതിസന്ധിയും അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. സാർ, കഴിഞ്ഞ ആഴ്ചയാണ് പ്രതിപക്ഷ ഉപനേതാവിൻ്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് ഒരു നിവേദനം നൽകുന്നതിന് വേണ്ടി തയ്യാറായി. പ്രതിപക്ഷ ഉപനേതാവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേട്ടു. ഞാനും അവിടെ ഉണ്ടായിരുന്നു ആ അവസരത്തിൽ. അദ്ദേഹം പറഞ്ഞ മറുപടി, ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റിൻ്റെ നടപടിക്രമങ്ങൾ തന്നെ പൂർത്തീകരിച്ചിട്ടില്ല. 3 റൗണ്ട് അലോട്ട്മെൻറ്റ് പൂർത്തീകരിച്ച ശേഷം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അക്കാര്യം അപ്പോൾ പരിശോധിക്കാം എന്നുള്ള നിലയിലാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവിനോടൊക്കെ തന്നെ സൂചിപ്പിച്ചത്. സർ, 2024 SSLC പരീക്ഷ 2970 സെൻറ്ററുകളിലായി 4,27,153 വിദ്യാർത്ഥികൾ മാർച്ച് 4 മുതൽ 25 വരെ പരീക്ഷ എഴുതി. ഇതിൽ കുറേ അക്കങ്ങളാണ് വരുന്നത്, കണക്കുകൾ. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം സംസ്ഥാനത്തെ 70 ക്യാമ്പുകളിലായി ഏപ്രിൽ മാസം 3 മുതൽ 26 വരെയുള്ള 14 പ്രവൃത്തി ദിനം കൊണ്ട് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. സർ, ആകെ 10,863 അധ്യാപകർ ഈ മൂല്യനിർണ്ണയ ക്യാമ്പുകൾ പങ്കാളികളായി. നേരത്തെ തന്നെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിക്കുമെന്ന് വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞതിൽ നിന്നും 10 ദിവസം മുമ്പേ തന്നെ SSLCയുടെ പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു എന്ന്, അതായത് പരീക്ഷാഫലം മെയ് മാസം 8 തന്നെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. സർ, 99.69% വിദ്യാർത്ഥികളാണ് വിജയിച്ചത്. 71,831 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങി. സർ, 2022, 2023, 2024 എന്നീ 3 വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ A+ നേടിയത് ഈ വർഷത്തെ പരീക്ഷയിലാണ് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. സർ, ഈ പ്രാവശ്യം ഉണ്ടായ ഒരു പുതിയൊരു കാര്യം, പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം തന്നെ +1 പ്രവേശനത്തിൻ്റെ പ്രോസ്പെക്ടക്സും ഷെഡ്യൂളും പ്രഖ്യാപിക്കുവാൻ വേണ്ടി കഴിഞ്ഞു എന്ന് ഞാൻ അഭിമാനത്തോടുകൂടി തന്നെ ഇവിടെ പറയുന്നു. സാധാരണഗതിയിൽ പരീക്ഷാഫലം പ്രഖ്യാപിച്ച് 1 മാസക്കാലം ഇതിൻ്റെ ഷെഡ്യൂളും മറ്റ് പ്രോസ്പെക്ടക്സിൻ്റെ നടപടികൾക്ക് വേണ്ടി പോകുന്നതാണ്. സർ, +1 പ്രവേശനത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 4,25,563 ആണ്. +1 പ്രവേശനത്തിന് വേണ്ടി സർക്കാർ എയ്ഡഡ് മേഖലയിലാകെ 3,78,485 സീറ്റുകളും അൺഎയ്ഡഡ് മേഖലയിൽ 54,986 സീറ്റുകളും ചേർന്ന് ആകെ 4,33,421 സീറ്റുകൾ ഇന്നിപ്പോൾ നമുക്ക് ലഭ്യമാണ്. സർ, കേരളത്തിലെ ആകെ സീറ്റുകൾ 4,33,471 ആണ്. സംസ്ഥാനത്തൊട്ടാകെ ആകെ 4,21,661 പേർ അപേക്ഷിച്ചിട്ടുണ്ട്.
സംസ്ഥാന തലത്തിൽ മിച്ചം വരുന്ന സീറ്റുകൾ 11,810 സീറ്റുകളാണ്. സർ, കോഴിക്കോട് ജില്ല ഈ വർഷം SLCക്ക് പാസ്സായ 43,730 വിദ്യാർത്ഥികളിൽ എല്ലാ വിഷയത്തിനും A+ ലഭിച്ച് 8,931 വിദ്യാർത്ഥികളാണ്. സർ, ഞാൻ അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അവിടെ നിലവിൽ കോഴിക്കോട് ജില്ലയിൽ SSLC പാസ്സായ +1 മുഴുവൻ കുട്ടികൾക്കും പ്രവേശനം കൊടുത്താൽ തന്നെ 8,248 സീറ്റുകൾ അധികമുണ്ടാകും എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സർ, പാലക്കാട് ജില്ല ഈ വർഷം SLC പാസ്സായ 39,554 വിദ്യാർത്ഥികളിൽ എല്ലാ വിഷയത്തിനും A+ ലഭിച്ചത് 4,495 വിദ്യാർത്ഥികൾക്കാണ്. അതിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രവേശനം കിട്ടിയാൽ തന്നെ 2,266 സീറ്റുകൾ അവിടെ അധികം വരും എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. സർ, വയനാട് ജില്ലയിലെ ഹയർ സെക്കൻഡറി മേഖലയിലെ 11,360 സീറ്റുകൾക്ക് പുറമെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖലയിലെ 840 സീറ്റുകളും ITI മേഖലയിലെ 884 സീറ്റുകളും പോളിടെക്നിക് മേഖലയിലെ 390 സീറ്റുകളും കൂടി ആകെ 13,484 സീറ്റുകൾ റെഗുലർ പഠനത്തിനായി വയനാട് ജില്ലയിൽ ലഭ്യമാണ്. സർ, വയനാട് ജില്ലയിൽ ആകെ 1,962 സീറ്റുകൾ എല്ലാ കുട്ടികൾക്കും പ്രവേശനം കൊടുത്തതിന് ശേഷം മിച്ചം വരും എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ ഈ വർഷം SSLC പാസ്സായ 36,026 വിദ്യാർത്ഥികളിൽ എല്ലാ വിഷയത്തിനും A+ ലഭിച്ചത് 7,026 വിദ്യാർത്ഥികൾക്കാണ്. സർ, അവിടെ എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രവേശനം ലഭിച്ചാൽ തന്നെ കണ്ണൂർ ജില്ലയിലാകെ 5,946 സീറ്റുകൾ അധികം ഉണ്ടാകും എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിൽ ഈ വർഷം SLC പാസ്സായ 20,477 വിദ്യാർത്ഥികളിൽ എല്ലാ വിഷയത്തിനും A+ ലഭിച്ചത് 3,006 വിദ്യാർത്ഥികൾക്കാണ്. അവിടെ കാസർഗോഡ് ജില്ലയിൽ ആകെ 1,684 സീറ്റുകൾ അധികമായി മിച്ചമായി ഉണ്ടാകുമെന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ്. പ്ലീസ് ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ഒരുപാട് ബോളൊന്നും ഉണ്ടാക്കുന്നില്ല. ഞാൻ വളരെ ശാന്തമായി പറയുന്നത്. സർ, മലപ്പുറം ജില്ലയിൽ ആകെ +1 സീറ്റുകൾ 73,916. അതിലാകെ സയൻസ് സീറ്റുകൾ 28,646. ആകെ കോമേഴ്സ് സീറ്റുകൾ 23,100. ആകെ ഹ്യൂമാനിറ്റീസ് സീറ്റുകൾ 19,290. സർക്കാർ സ്കൂളിലെ സീറ്റുകൾ 34,060. ആകെ സർക്കാർ സ്കൂളിലെ സയൻസ് സീറ്റുകൾ 12,480. അവിടെ സർക്കാർ സ്കൂളിലെ കൊമേഴ്സ് സീറ്റുകൾ 11,180. ആകെ ഹ്യൂമാനിറ്റീസ് സീറ്റുകൾ 11,400. സാർ, എയ്ഡഡ് സ്കൂളുകളിലെ സീറ്റുകൾ 25,690. ആകെ സയൻസ് സീറ്റുകൾ 11,530. ആകെ കോമേഴ്സ് സീറ്റുകൾ എയ്ഡഡ് മേഖലയിൽ 7,820. ആകെ ഹ്യൂമാനിറ്റീസ് സീറ്റുകൾ 6,340. അൺഎയ്ഡഡ് സ്കൂളുകളിലെ സീറ്റുകൾ 11,286. ആകെ സയൻസ് സീറ്റുകൾ 4,636. ആകെ കോമേഴ്സ് സീറ്റുകൾ 4,100. ആകെ ഹ്യൂമാനിറ്റീസ് സീറ്റുകൾ 2,550. സാർ, ഞാൻ മലപ്പുറം ജില്ലയുടെ വളരെ വിശദമായിട്ട് പറഞ്ഞതാണ്.
സർ, ജില്ലയ്ക്കുള്ളിലെ അവിടെ അപേക്ഷകർ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 74,840 പേരാണ് അവിടെ അപേക്ഷകരായി വന്നിട്ടുള്ളത്. 74,840. ഹയർ സെക്കൻഡറി മേഖലയിലെ 71,036 സീറ്റുകൾക്ക് പുറമെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖലയിലെ 2,850 സീറ്റുകളും IT മേഖലയിലെ 5,484 സീറ്റുകളും പോളിടെക്നിക് മേഖലയിലെ 880 സീറ്റുകളും കൂടിയാൽ ആകെ സാർ മലപ്പുറം ജില്ലയിൽ 80,250 സീറ്റുകൾ റെഗുലർ പഠനത്തിനായി ഉണ്ട് എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ്. സർ, ഇതിനു പുറമെ ഹയർ സെക്കൻഡറി പഠനത്തിനായി സ്കൂൾ കേരളയിലും ധാരാളം കുട്ടികൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. സർ, അലോട്ട്മെൻറ്റ് മുമ്പുള്ള കണക്ക് പ്രകാരം മലപ്പുറത്ത് ആകെ +1 സീറ്റുകൾ 80,250. ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള അപേക്ഷ വന്നിരിക്കുന്ന ജില്ലയ്ക്കുള്ളിൽ നിന്നുള്ള അപേക്ഷകൾ 74,840. ബാക്കി വരുന്ന സീറ്റുകൾ 5,410. സർ, മുൻകാലങ്ങളിലെ പ്രവേശന തോത് അടിസ്ഥാനപ്പെടുത്തിയാൽ നിലവിൽ ആവശ്യത്തിന് സീറ്റുകൾ മലപ്പുറം ജില്ലയിൽ ലഭ്യമാണ്. 21-22 അധ്യയന വർഷം നമ്മൾ നോക്കിയാൽ അവിടെ സാർ 5,446 സീറ്റുകൾ അഡ്മിഷൻ പൂർത്തീകരിച്ചപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. 22-23 അധ്യയന വർഷം അവിടെയും അഡ്മിഷൻ അന്ന് ക്ലോസ് ചെയ്തപ്പോൾ 4,300 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. സർ, കഴിഞ്ഞ വർഷം 23-24 അധ്യയന വർഷം അഡ്മിഷൻ അവിടെ ക്ലോസ് ചെയ്ത അവസരത്തിൽ അവിടെ ഇതേപോലെ തന്നെ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്ന സാഹചര്യം ഉണ്ടായി. സർ, ഈ വർഷം SSLC പാസ്സായ 79,748 വിദ്യാർത്ഥികളിൽ എല്ലാ വിഷയങ്ങളിലും A+ ലഭിച്ചത് മലപ്പുറം ജില്ലയിൽ 12,525 വിദ്യാർത്ഥികൾക്കാണ്. സർ, സാധാരണ രീതിയിൽ ഇത്തരം വിദ്യാർത്ഥികൾ സയൻസ് കോമ്പിനേഷന് പ്രവേശനം നേടാനാണ് ആഗ്രഹിക്കുന്നത്. സർ, മലപ്പുറം ജില്ലയിൽ സയൻസ് കോമ്പിനേഷനിൽ സർക്കാർ സ്കൂളുകളിൽ മാത്രം 12,480 സീറ്റുകളുണ്ട്. എയ്ഡഡ് സ്കൂളുകളിൽ 11,530 സീറ്റുകളുണ്ട്. ഇത്തരത്തിൽ പൊതുവിദ്യാലയങ്ങളിൽ മാത്രം സയൻസ് കോമ്പിനേഷനിൽ മാത്രം 24,010 സീറ്റുകൾ ലഭ്യമാണ്. അൺഎയ്ഡഡ് സ്കൂളുകളിലെ 4,636 സയൻസ് സീറ്റും കൂടി കണക്കാക്കിയാൽ സാർ ആകെ 28,646 സയൻസ് സീറ്റുകൾ മലപ്പുറത്ത് ലഭ്യമാണ്. എല്ലാ A+കാരും സയൻസ് വിഷയം തിരഞ്ഞെടുത്താൽ പോലും 16,121 സയൻസ് ബാച്ച് സീറ്റുകൾ, മിച്ച സീറ്റുകൾ അത് ഒഴിഞ്ഞു കിടക്കും എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. സാർ, സമയം എക്സീഡായി. പ്ലീസ് മിനിസ്റ്റർ. സാർ, മലബാർ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചിട്ടുള്ളത്. താൽക്കാലിക ബാച്ചുകൾ ഇവിടെ ഈ പറയുന്ന പോലുള്ള അസൗകര്യമുണ്ട്. 55, 60, 70 കുട്ടികളെയൊക്കെ ചേർക്കുന്നതിൻ്റെ പ്രശ്നമുണ്ട്. മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ വർഷം ഷിഫ്റ്റ് ചെയ്ത 14 ബാച്ചുകൾ, 84 താൽക്കാലിക അഡീഷണൽ ബാച്ചുകൾ ഉൾപ്പെടെ സാർ 98 ബാച്ചുകൾ അധികമായി ഈ വർഷവും പ്രവേശനത്തിനായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ താൽക്കാലിക അഡീഷണൽ ബാച്ചുകൾ 18 അനുവദിച്ചു. കോഴിക്കോട് ജില്ലയിൽ താൽക്കാലിക അഡീഷണൽ ബാച്ചുകൾ 30 അനുവദിച്ചു. വയനാട് ജില്ലയിൽ താൽക്കാലിക അഡീഷണൽ ബാച്ചുകൾ 8 അനുവദിച്ചു. കണ്ണൂർ ജില്ലയിൽ താൽക്കാലിക അഡീഷണൽ ബാച്ചുകൾ 19 അനുവദിച്ചു. കാസർഗോഡ് ജില്ലയിൽ താൽക്കാലിക അഡീഷണൽ ബാച്ച് 14 അനുവദിച്ചു. സർ, ഇതാണ് സാർ ഈ +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇത് ഞാൻ വളരെ ഇതിൻ്റെ കണക്കുകൾ ആധികാരികമായിട്ട് തന്നെ പല പ്രാവശ്യം ചർച്ച ചെയ്ത് തയ്യാറാക്കിയ കണക്കുകളാണ്. കണക്കുകളിലൊന്നും യാതൊരു തെറ്റും വരാൻ സാധ്യതയില്ല. മറ്റെന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം.
നമുക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ചൂണ്ടിക്കാണിച്ച് അതിൽ വസ്തുത ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് ഒരു തെറ്റുമില്ല. മലപ്പുറത്തും മലബാറിലുള്ള കുട്ടികൾ ഞങ്ങളുടെ കേരളത്തിൻ്റെ മക്കളാണ് എന്നുള്ള സമീപനം തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് ഉള്ളത് എന്നുള്ള കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ കാര്യം ഇതിപ്പോൾ ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യം ഒന്നും തോന്നുന്നില്ല. ഒരു വാക്കൗട്ട് പോലും ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ സഹകരിക്കണമെന്നാണ് പറയാൻ. ശ്രീ എൻ ശംസുദ്ദീൻ. സർ, മലബാർ ജില്ലകളിലെ രൂക്ഷമായ +1 സീറ്റുകളുടെ ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ളതാണ് എൻ്റെ അടിയന്തര പ്രമേയം. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞ മറുപടികൾ വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല സർ. ഇവിടെ നിങ്ങൾക്ക് ഇത് തയ്യാറാക്കി തരുന്ന ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ബഹുമാനപ്പെട്ട മന്ത്രി കണക്കുകൾ അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള നിയമസഭയിലാണ്. നിയമസഭയിൽ വസ്തുതാവിരുദ്ധമായ കണക്കുകൾ ഔദ്യോഗികമായി അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അവകാശ ലംഘനത്തോളം വരുന്ന കാര്യമാണ് സർ. അങ്ങ് പറഞ്ഞത് കേരളം അങ്ങ് പറഞ്ഞത് കേരളം മുഴുവൻ അങ്ങ് പറഞ്ഞത് കേരളം മുഴുവനും കണ്ടതാണ്. ഫുൾ A+ കിട്ടി. ഇന്നൊരു രക്ഷിതാവ് വിളിച്ച ഫുൾ A+ കിട്ടി. സ്വന്തം വീടിനടുത്തുള്ള സ്കൂള് അവിടെ പഠിച്ച കുട്ടി പറയട്ടെ, നിങ്ങളെ ആ കുട്ടികൾക്ക് ഈ സമീപനം തിരിച്ചടി തന്നെയാണ്. പൊട്ടിപ്പാളിസായില്ലേ. ഇതാണ് ഈ ജാതി അസഹിഷ്ണുതൊക്കെ കിട്ടുന്നതാണ്. പൊട്ടിപ്പാളീസായി തകർന്ന് തരിപ്പനായി പോയത് ഇതുകൊണ്ടാണ്. ഇവിടെ ജനങ്ങളുടെ പ്രശ്നം പറയാനാണ് ഞങ്ങൾ വരുന്നത്. അപ്പൊ അത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ബഹളം വെക്കല. അതെന്ത് ശരിയായ രീതിയാ? അപ്പോ മന്ത്രി പറഞ്ഞ കണക്കുകളൊന്നും ശരിയല്ല സാർ. ഇവിടെ പതിനായിരക്കണക്കിന് കുട്ടികൾ സീറ്റ് കിട്ടാതെ പുറത്തുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എന്താ, അതായത് ഫുൾ A+ ഉള്ള കുട്ടികൾ അവർ പഠിച്ച സ്കൂള്, അവരെ നാട്ടിലുള്ള സ്കൂൾ, ഇതൊക്കെ പറയുമ്പോൾ ബേളം വെക്ക ഇയാൾക്ക് മനസ്സിലാവണ്ടേ. പഠിച്ച സ്കൂളിനൊരു മാർക്കുണ്ട്, ഒരു ഗ്രേസ് മാർക്കുണ്ട്, പഞ്ചായത്തിന് ഒരു ഗ്രേസ് മാർക്കുണ്ട്. ഇതൊക്കെ കൂട്ടിയിട്ടും ആ ഫുൾ A+ കാരികൾക്ക് അല്ലെങ്കിൽ ആ ഫുൾ A+ ഉള്ള കുട്ടികൾക്ക് ഇത്തവണത്തെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ സീറ്റ് കിട്ടിയിട്ടില്ല. ഇത് പറയുമ്പോൾ അവിടുന്ന് ഇങ്ങനെ കുരക്കുന്നതിൽ എന്താ അർത്ഥമല്ല സർ? ഇതൊരു വിദ്യാർത്ഥികളുടെ പ്രശ്നമാണ്. വിദ്യാർത്ഥികളുടെ പ്രശ്നമാണ്. അസഭ്യമായ അൺപാർലമെന്ററിയായ ഒരു വാക്കും രേഖയിൽ ഉണ്ടാവില്ല. അൺപാർലമെന്ററിയായ ഒരു വാക്കും രേഖയിൽ ഉണ്ടാവില്ല. നിങ്ങൾ ഉപയോഗിച്ച വാക്ക് അൺപാർലമെന്ററിയാണ്. അത്തരം വാക്ക് ഉണ്ടാവില്ല. ചട്ടവും ക്രമവും പാലിക്കാത്ത ഒരു വാക്കും രേഖയിൽ ഉണ്ടാവില്ല. അങ്ങ് ഉപയോഗിച്ച വാക്ക് ശരിയായില്ല. അങ്ങേപോലെ ഒരു പരിണിതപ്രജ്ഞനായ ഒരു അംഗം ഉപയോഗിക്കേണ്ട വാക്കായിരുന്നില്ല. അങ്ങേപോലെ പരിണിതപ്രജ്ഞനായ ഒരു അംഗം ഉപയോഗിക്കേണ്ട വാക്കല്ലത്. അത് പിൻവലിക്കണം പ്ലീസ്. അങ്ങേപോലെ ഒരു പരിണിതപ്രജ്ഞനായ ഒരു അംഗം ഉപയോഗിക്കേണ്ട വാക്കല്ലത്. അത് പിൻവലിക്കണം. ഞാൻ ഉദ്ദേശിച്ചത് അവിടെ നിന്ന് ബഹളം വെക്കുന്നത് പിൻവലിച്ചാൽ മതി. പ്രശ്നം തീർന്നു. കുരക്കുന്നു എന്ന പ്രയോഗം ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിൻവലിച്ചു. അതെ അല്ല ഞാൻ പിൻവലിച്ചു. അദ്ദേഹം പറയട്ടെ. അദ്ദേഹം വാക്ക് പിൻവലിച്ചു. അദ്ദേഹം അവതരിപ്പിക്കട്ടെ. അവതരിപ്പിച്ചോ. ആ പദാവലി അദ്ദേഹം പിൻവലിച്ചു. സർ, ഇതിൽ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകൾ വളരെ രൂക്ഷമായ കുറവുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കുറവുള്ളത് മലപ്പുറം ജില്ലയിലാണ്. രണ്ടാമത് പാലക്കാടാണ്. അതുപോലെ തന്നെ കോഴിക്കോട് കുറവുണ്ട്. കണ്ണൂരും കാസർഗോഡും വയനാടും കുറവുണ്ട്. ഇതൊരു വസ്തുതയാണ് സാർ. അങ്ങേക്ക് എഴുതി തന്ന ഉദ്യോഗസ്ഥന്മാർ അങ്ങയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഈ രാജ്യത്തെ മുഴുവൻ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും അതിന്റെ കണക്ക് പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇത് കുറവില്ല എന്ന് പറയുന്നത്? സാർ, ഇവിടെ 4,25,863 കുട്ടികൾ SSLC പാസ്സായതിൽ 2,31,000 കുട്ടികൾ മലബാറിലെ 6 ജില്ലകളിലാണ്. അവിടെ
1,00,000-ഓളം കുട്ടികൾക്കാണ് സർ പഠിക്കാൻ ഇപ്പൊ സീറ്റ് ഇല്ലാത്തത്. ഇത് ക്രൂരമായ വിവേചനമാണ്. 2021 LDF-ന്റെ പ്രകടന പത്രിക ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ഈ സീറ്റുകളുടെ കുറവില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രകടന പത്രികയിൽ പറയേണ്ട കാര്യമില്ലല്ലോ. മലബാറിലെ സീറ്റ് കുറവ് ക്ഷാമം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പരിഹരിക്കും. 2021 ശേഷം 3 കൊല്ലം പിന്നിടുന്നു. നിങ്ങളത് പരിശോധിച്ചോ? മന്ത്രി പറഞ്ഞു, ഇത് കഴിഞ്ഞ കാലങ്ങളിൽ പറയാറുള്ളതാണ്, സീറ്റിന്റെ കുറവില്ലാന്ന്. നിങ്ങൾ നിയമിച്ച കാർത്തികേയൻ കമ്മിറ്റി, ആ റിപ്പോർട്ട് എവിടെ? ആ റിപ്പോർട്ട് നിയമസഭയിൽ വെക്കി. കഴിഞ്ഞ 2023 കാർത്തികേയൻ കമ്മിറ്റി ഇങ്ങനെ +2 സീറ്റുകളുടെ കുറവുണ്ടോ മലബാറിൽ എന്ന് പരിശോധിച്ചു. കമ്മിറ്റിയുടെ റിപ്പോർട്ടുണ്ട്. മലപ്പുറത്ത് കുറവുണ്ട്, പാലക്കാട് കുറവുണ്ട്, അതുപോലെ കണ്ണൂരിൽ കുറവുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാസർഗോഡ് ഉൾപ്പെടെ വയനാട് ഉൾപ്പെടെ 6 ജില്ലകളിൽ കുറവുണ്ട്. 150 അഡീഷണൽ ബാച്ച്. ഞങ്ങൾ അതിനോട് പൂർണ്ണമായി യോജിക്കുന്നില്ല. എങ്കിൽ പോലും കാർത്തികേയൻ കമ്മിറ്റിയിൽ എന്താ പറഞ്ഞത്? 150 അഡീഷണൽ ബാച്ചുകൾ അനുവദിക്കണം. അനുവദിച്ചോ? നിങ്ങൾ പൂഴ്ത്തിവെച്ചില്ലേ? പിന്നെ ഇനി ഞാൻ ഈ സംസ്ഥാന തലത്തിലുള്ള അന്തരങ്ങൾ പറഞ്ഞ് തെക്കും വടക്കും ഒരു പ്രശ്നം ഉണ്ടാക്കലൊന്നും ഞങ്ങളെ ലക്ഷ്യമില്ലാത്തതുകൊണ്ട് ഞാനത് പർവ്വതീകരിച്ച് പറയുന്നില്ല. അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, തെക്കൻ ജില്ലകളിൽ 20ഉം 10ഉം കുട്ടികൾ പഠിക്കുന്ന +2 ബാച്ചുകൾ ഉണ്ട്. അത് റീഅറേഞ്ച് ചെയ്യണം, അത് വടക്കോട്ട് കൊടുക്കണം. അത് ഞങ്ങൾ ഇനി പറഞ്ഞിട്ട് തെക്കും വടക്കും തമ്മിൽ കേരളത്തിലൊരു പ്രശ്നം ഉണ്ടാവേണ്ട, സീറ്റ് അവിടെ നിന്നോട്ടെ. പക്ഷേ ഇത് പരിഹരിക്കണ്ടേ? അതിനുള്ള മാന്യത ഞങ്ങൾ കാണിക്കുകയാണ്. സത്യത്തിൽ എന്താ വേണ്ടത്? 10 കുട്ടികളുടെ ബാച്ച് എടുത്തിട്ട് മലബാറിലേക്ക് കൊടുക്കണം എന്ന് പറയാം. പക്ഷേ ഞങ്ങൾ അങ്ങനെ ഒരു വാദം ഉണ്ടാക്കിയിട്ട് ആ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളിലേക്ക് പോകണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ അത് പറയാത്തത്. പക്ഷേ മലബാറിലെ സീറ്റ് ക്ഷാമം പരിഹരിക്കേണ്ട സാർ. വിദ്യാഭ്യാസം ഇന്ന് അവകാശമാണ്. എന്താ അവകാശം? ഇന്ന് സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ -2 മുതൽ +2 വരെയാണ് സാർ. ആ -2 മുതൽ +2 വരെ കുട്ടിക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വത്തിൽ 10ാം ക്ലാസ് കഴിഞ്ഞാൽ +2വിലേക്ക് അവന്റെ പഠനം നമ്മൾ മുടക്കുകയാണ്. അത് വിദ്യാഭ്യാസ അവകാശത്തിന്റെ ലംഘനമാണ്. അതിന് ഈ ജാതി കണക്കുകൾ പറഞ്ഞ് ആ മുടക്കലിനെ ന്യായീകരിച്ചാൽ അത് ഒരു കാരണവശാലും അംഗീകരിച്ചു തരാൻ കഴിയില്ല സാർ. ഇവിടെ മലബാറിൽ 1,00,000-ഓളം വിദ്യാർത്ഥികൾ ഇന്ന് പ്രയാസത്തിൽ തന്നെയാണ്. ഇന്നലെ ചില ചാനലുകളിൽ കാണിച്ചല്ലോ, ചില കുട്ടികളെ ഫുൾ A+. ഞാൻ ഈ പറഞ്ഞ പോലെ നാട്ടിലെ സ്കൂള്, പഠിച്ച സ്കൂള്, സ്വന്തം പഞ്ചായത്ത്, ഫസ്റ്റ് അലോട്ട്മെന്റിൽ വന്നിട്ടില്ല, സെക്കൻഡിലും വരുമെന്ന് തോന്നുന്നില്ല. അപ്പോ ഇവിടെ വളരെ വലിയ പ്രതിസന്ധികളുണ്ട്. എന്താ ഈ പ്രതിസന്ധിയുടെ തുടക്കം എവിടെയെന്ന് അറിയുമ്പോൾ, ഈ പ്രതിസന്ധിയുടെ തുടക്കം 998 കേരളം പൂർണ്ണമായും +2വിലേക്ക് മാറിയത്. അന്ന് ബാച്ചുകൾ അനുവദിച്ചപ്പോൾ വടക്കൻ ജില്ലകളിൽ തെക്കൻ ജില്ലകളിൽ അനുവദിച്ചതിൻ്റെ പകുതിയാണ് തൃശ്ശൂരിൽ നിന്ന് വടക്കോട്ട് കൊടുത്തത്. പിന്നീട് വന്ന LDF സർക്കാരുകൾ അതിൽ കാര്യമായൊന്നും ചെയ്തില്ല. UDF സർക്കാരുകൾ ആ അന്തരം പരിഹരിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 1400 ബാച്ചുകൾ അനുവദിച്ചു. അതുവഴി 1,00,000-ഓളം കുട്ടികൾക്ക് പുതുതായി അവസരം കിട്ടി. ഞങ്ങളൊന്നും ചെയ്യാതെ ഇല്ലത് പറയുന്നത്, ഞങ്ങൾ ചെയ്തിട്ടാ പറയണത്. 1400 ബാച്ച് കൊടുത്തു, 1,00,000 അന്ന് നമുക്ക് കിട്ടി. നിങ്ങൾ ഈ കഴിഞ്ഞ 8 കൊല്ലം ഒരൊറ്റ ബാച്ച് കൊടുത്തില്ല. അതിന് നിങ്ങൾ പറയുന്ന കാരണം എന്താ? നിങ്ങൾ പറയുന്ന കാരണം സാമ്പത്തിക പ്രതിസന്ധിയാണ്. പക്ഷേ അതുകൊണ്ട് ഈ വിദ്യാഭ്യാസം മുടക്കാൻ പറ്റുമോ സാർ? ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിനും സെക്കൻഡറി വിദ്യാഭ്യാസത്തിനും ഇടയിലുള്ള പാലമാണ്. ആ പാലം കടക്കാൻ 1,00,000-ഓളം കുട്ടികളെ ഓരോ കൊല്ലവും നിങ്ങൾ അനുവദിക്കാതിരിക്കുകയാണ്. അത് ഏറ്റവും വലിയ ക്രൂരതയാണ്. അത് വലിയ അവകാശ നിഷേധമാണ് സാർ. എങ്ങനെ ഇത് ന്യായീകരിക്കാൻ സാധിക്കും? 8 കൊല്ലത്തിൽ നിങ്ങൾ 1000 ബാർ കൊടുത്തില്ലേ? ഞങ്ങൾ ഈ ഭരണമിട്ട് പോകുമ്പോൾ 27 ബാറേ കേരളത്തിലുള്ളൂ. ഇന്ന് 1000 ചില ബാറുണ്ട്. 8 കൊല്ലം കൊണ്ട് 1000 ബാർ കൊടുത്ത നിങ്ങൾ 8 കൊല്ലത്തിനുള്ളിൽ കുട്ടികൾക്ക് പഠിക്കാൻ യാതൊരു കൊടുത്തില്ല. പിന്നെ പറയുന്നത് മാർജിനൽ ഇൻക്രീസ് ഉണ്ടെന്നാ. മാർജിനൽ ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ എന്താ? 50 കുട്ടി പഠിക്കേണ്ട ക്ലാസ്സിൽ 65 കുട്ടിയെ പഠിപ്പിക്കുകയാണ് മാർജിനൽ ഇൻക്രീസ്. മാഷ് മൈക്ക് എടുത്ത് സംസാരിക്കേണ്ടി വരും. വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അധ്യാപക വിദ്യാർത്ഥി അനുപാതം എത്ര? 1:40 ആണ്. 40 കുട്ടിക്ക് ഒരു അധ്യാപകൻ. അതാണ് ഈ ന്യായം. ആ സ്ഥാനത്താണ് ഇവിടെ കാസർഗോഡൊക്കെ. ഇപ്പം എൻ്റെ സ്നേഹിതൻ അഷ്റഫ് പറഞ്ഞു, ചില സ്പെഷ്യൽ ഓർഡർ ഒക്കെ കിട്ടുമ്പോൾ ഒരു ക്ലാസ്സിൽ 75 കുട്ടികളാണ്.
75 കുട്ടിയെ എങ്ങനെയാണ് സാർ ഒരു അധ്യാപകൻ പിന്നെ പരിപാലിക്കുക സാർ? അപ്പോൾ അതൊക്കെ ഏറെ പ്രതിഷേധാർഹമാണ്. പിന്നെ ദുർവ്യയം നടത്തുന്ന ഒരു സർക്കാരിന് ഇതിന് മാത്രം പൈസ ഇല്ല. ഇവിടെ വലിയൊരു കണക്ക് പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം അഡീഷണൽ ബാച്ച് കൊടുത്തതിന് ഞങ്ങൾക്ക് 20 കോടി ചെലവായത്. കേരളീയം നടത്തിയിട്ട് നിങ്ങൾക്ക് 27 കോടിയാണ് ചെലവാക്കിയത്. കണക്ക് പ്രകാരം എന്ത് കാര്യം ഉണ്ടായി? ഈ കുട്ടികൾക്ക് പഠിക്കാൻ അവസരം ഒരുക്കിയതിന് 20 കോടി കൊടുത്തതാണ് വലിയ നഷ്ടമായിട്ട് നിങ്ങൾ പറയുന്നത്. അതുപോലെ നിങ്ങളുടെ ദൂർത്തുകളുടെ കണക്ക് ഒരുപാട് ഇവിടെ പറയാനുണ്ട്. ഞാൻ അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ അതിനുള്ള തക്കതായ മറുപടി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ നടത്തിയ ജനസമ്പർക്ക പരിപാടിയും നവകേരള സദസ്സും കേരളീയവും 1.5 കോടിൻ്റെ ബസ്സും KV തോമസിന്റെ നിയമനം തൊട്ട് അങ്ങനെ എങ്ങനെയൊക്കെ ഖജനാവിലെ പണം ദൂർത്തടിക്കാൻ പറ്റുമോ കോടികളുടെ പരസ്യം ചെയ്തത്, ഇതൊക്കെ ചെയ്ത ആൾക്കാർ ആ കുട്ടികളുടെ പഠനം പറയുമ്പോൾ ഈ ജാതി കള്ളക്കണക്കുകൾ കൊണ്ടുവന്നിട്ട് ഞങ്ങളെ നേരിടാൻ ശ്രമിച്ച അത് നടക്കൂല സർ. ഇവിടെ സീറ്റ് ക്ഷാമത്തിന്റെ ശരിയായ കണക്ക് ഞാൻ പറയാം സർ. ഇത് സർക്കാർ സൈറ്റിൽ നിന്ന് എടുത്താണ്. ഇവിടെ മന്ത്രി പ്രസംഗിച്ചതിൽ പലതും സർക്കാരിലെ വെബ്സൈറ്റിലെ ഫിഗറിനെതിരാണ്. അതുകൂടി ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഓർമ്മപ്പെടുത്താണ്. പാലക്കാട് 39,661 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 39,539 പേരും പാസ്സായി. അതാണ് ഇപ്പം എല്ലാവരും പാസ്സാണ് കാലമാണ്, 100%. മന്ത്രി തന്നെ പറഞ്ഞു 99.69 എന്ന് പറഞ്ഞാൽ 1% കുറവേ ഉള്ളൂ. പരീക്ഷ കഴിഞ്ഞാൽ ആ കുട്ടിയും ജയിക്കും. അവിടെ മാർജിനൽ ഇൻക്രീസ് ഇല്ലെങ്കിൽ 13,664 സീറ്റിന്റെ കുറവുണ്ട്. നിങ്ങൾ പറയുന്ന മാർജിനൽ ഇൻക്രീസ് 30% കൊടുത്താൽ 60,074 കുറവുണ്ട്. മലപ്പുറം ജില്ല ഏറ്റവും രൂക്ഷമായ പ്രശ്നമുള്ളത് മലപ്പുറം ജില്ലയിലാണ്. കൂടുതൽ കുട്ടികളും അവിടെ തന്നെയാണ്. അവിടെ ടോട്ടൽ സീറ്റുകളുടെ അവൈലബിലിറ്റി ഉള്ളത് 57,325. നിങ്ങൾ ഈ അൺഎയ്ഡഡിലെ കുറെ സമയം പോയി സാർ, കുറെ അൺഎയ്ഡഡിലെ കണക്കാണ് പറയുന്നത് സാർ. അവിടെ യഥാർത്ഥത്തിൽ 22,405 സീറ്റിന്റെ കുറവുണ്ട് സാർ. കോഴിക്കോട് 3,151 സീറ്റിന്റെ കുറവുണ്ട്. വയനാട് സർക്കാർ സൈറ്റ് പ്രകാരം തന്നെ 368 സീറ്റിന്റെ കുറവുണ്ട്. കണ്ണൂരിൽ മുഖ്യമന്ത്രിയുടെ ജില്ലയിലെ 3000 സീറ്റിന്റെ കുറവുണ്ട്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ പാർട്ടിയുടെ പ്രക്ഷോഭത്തിന് അവിടെ പോയിരുന്നു. 3000 സീറ്റിന്റെ കുറവുണ്ട് സർ. കാസർഗോഡ് 3000 സീറ്റിന്റെ കുറവുണ്ട്. CBSE ICSE കൂടി കൂട്ടിയാൽ 1,00,000 കുറവുണ്ട് സർ. ആ കുറവ് പരിഹരിക്കപ്പെടേണ്ടേ? ഞങ്ങൾ ഈ ന്യായമായ കാര്യം പറയുമ്പോൾ ഇവിടെ ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഒരു രാഷ്ട്രീയവും പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്ന് അവിടുന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് അങ്ങനെ എന്നിൽ നിന്ന് അങ്ങനെ ഒരു പ്രതികരണം വന്നു പോയത്. ആവട്ടെ, അപ്പൊ ഏതായിരുന്നാലും ഇവിടെ താൽക്കാലിക ബാച്ചുകൾ കൊടുക്കലല്ല പരിഹാരം, അല്ലെങ്കിൽ ഈ മാർജിനൽ ഇൻക്രീസും അല്ല പരിഹാരം. ഇവിടെ കൃത്യമായ ബാച്ചുകൾ കൊടുക്കണം. പഠിച്ച റിപ്പോർട്ട് തന്നെ കയ്യിലുണ്ടല്ലോ, കാർത്തികേയൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. അത് പ്രകാരം കൊടുക്കാം സർ. ഞാൻ ഒരു സംഗതി കൂടി പറയാം. മലബാർ മേഖലയിൽ ഫുൾ A+ കിട്ടിയ ഒരു കുട്ടിക്ക് അവൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവൾ ആഗ്രഹിക്കുന്ന സയൻസ് ബാച്ച് കിട്ടുന്നില്ല. എന്നാൽ ഞാനൊരു പറയാം, ഞാൻ പറഞ്ഞില്ല തെക്ക് വടക്ക് വിവേചനമല്ല. പത്തനംതിട്ട ജില്ലയിൽ കേവലം പാസ്സായ കുട്ടിക്ക് സയൻസ് ബാച്ച് കിട്ടും. പത്തനംതിട്ട ജില്ലയിൽ 14,000 +2 സീറ്റുണ്ട്. ഇത്തവണ പാസ്സായത് 10,000 കുട്ടികളാണ്. മലപ്പുറം ജില്ലയിലും മലബാറിലും പാലക്കാടും കണ്ണൂരും കോഴിക്കോടൊക്കെ ഫുൾ A+ കിട്ടി സ്വന്തം പഞ്ചായത്തിലുള്ള സ്വന്തം വീട്ടിനടുത്ത് പഠിച്ച സ്കൂളിൽ കിട്ടണില്ല. ആ സ്ഥാനത്ത് ഒരു A+ പോലും ഇല്ലാത്ത കുട്ടിക്ക് വേണമെങ്കിൽ പത്തനംതിട്ടയിൽ സയൻസ് ബാച്ച് കിട്ടും. അപ്പോ IQ, ഒരു കുട്ടിയുടെ ഇന്റലിജൻസ് കോർഷൻ അത് പരിശോധിച്ചാൽ മലപ്പുറം ജില്ലയിലുള്ള കുട്ടിക്ക് എത്ര ഹൈ ആയിട്ടും കാര്യമില്ല, അല്ലെങ്കിൽ മലബാറിലുള്ള കുട്ടിക്ക് എത്ര ഹൈ ആയിട്ടും കാര്യമില്ല. അവന്റെ ഉപരിപഠന സാധ്യത നിങ്ങൾ നിഷേധിക്കുകയാണ്. ഇതിനാർത്ഥത്തിൽ കാണണം. ഇതിനാർത്ഥത്തിൽ മനുഷ്യത്വപരമായി വിദ്യാർത്ഥികളുടെ അവകാശവുമായി ബന്ധപ്പെട്ട് കാണാൻ നിങ്ങൾക്ക് കഴിയണം. ഇത് പറയുമ്പോഴേക്ക് അവിടുന്ന് ചാടുക, ഇത് പറയുമ്പോഴേക്ക് ബഹളം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ രീതിയല്ല സർ. ഇത് ഈ പ്രശ്നത്തിനാണ് ഞങ്ങൾ ഇവിടെ പരിഹാരം ഈ പ്രശ്നത്തിനാണ് സർ പരിഹാരം ആവശ്യപ്പെടുന്നത്. കോടതിയിൽ എന്താ സർക്കാർ പറഞ്ഞത്? കോടതിയിൽ സർക്കാർ പറഞ്ഞത് ഒരു കുട്ടി പോലും പരാതിപ്പെട്ടിട്ടില്ല എന്നാണ്. കോടതിയിൽ എന്ത് ന്യായമാണ് സാർ? ആയിരക്കണക്കിന് രക്ഷിതാക്കൾ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സാർ. ആയിരക്കണക്കിന് രക്ഷിതാക്കൾ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സാർ. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ വെക്കാനുള്ള നിർദ്ദേശം, ഇതിനൊരു പരിഹാരം ഉണ്ടാവണം. നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രശ്നമാണ്. എന്താ പരിഹാരം? താലൂക്ക് തല പുനഃസംവിധാനം ഉണ്ടാവണം. അത് മലപ്പുറന്നോ മലബാറെന്നോ വേണ്ട, താലൂക്ക് തലത്തിൽ എത്ര കുട്ടികൾ +2 പാസ്സാവുന്നുണ്ടോ ആ കുട്ടികൾക്കുള്ള സീറ്റ് ആ താലൂക്കിൽ വേണം. നിങ്ങൾ MLA മാർക്ക് അഭിപ്രായമില്ലേ?
ഇപ്പോ മലപ്പുറം അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടിയിലുള്ള കുട്ടിക്ക് കൊഴിഞ്ഞാമ്പാറ കിട്ടിയാൽ 150 കിലോമീറ്റർ ഈ സ്കൂൾ കുട്ടി യാത്ര ചെയ്യണം. അല്ലെങ്കിൽ നിലമ്പൂരുള്ള കുട്ടിക്ക് പൊന്നാനിയിൽ കിട്ടിയാൽ അതേമാതിരി യാത്ര ചെയ്യണം. അതല്ല വേണ്ടത്. താലൂക്ക് തലത്തിൽ ഞാൻ പറഞ്ഞല്ലോ, +2 വരെയുള്ള വിദ്യാഭ്യാസം സർക്കാർ കൊടുക്കേണ്ടത് കുട്ടിന്റെ അവകാശമാണ്. സർക്കാർ കൊടുക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ എന്ത് വേണം? നിങ്ങൾ താലൂക്ക് തലത്തിൽ എത്ര കുട്ടികൾ പാസ്സാവുന്നുണ്ടോ നിർത്തണം. എത്ര കുട്ടികൾ പാസ്സാവുന്നുണ്ടോ ആ കുട്ടികൾക്കുള്ള സീറ്റ് താലൂക്കിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പകരം മുന്നോട്ട് വെക്കാനുള്ള നിർദ്ദേശം സാർ. പിന്നെ ഇതൊക്കെയാണെങ്കിൽ ഒറ്റ വാക്കുകൂടി, ഈ ജനവിധിയിൽ ഇതൊക്കെ ഉണ്ട്. ഇപ്പൊ ഉണ്ടായ കേരളത്തിലെ ജനവിധി ഉണ്ടല്ലോ, ഇനിയും പഠിക്കാനായില്ലേ നിങ്ങള്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഗ്രാമങ്ങളല്ലേ അട്ടപടലം തകർന്നു വിടുന്നത്. BJP പകരം വരുന്നത് നോക്കിക്കോളി. ഞങ്ങൾക്ക് അത്ര വലിയ സന്തോഷമുള്ള കാര്യമല്ല. നിങ്ങൾ തകരുന്നിടത്ത് BJP കടന്നു വരുന്നത്. ഇന്ത്യ BJPയെ നിഷേധിച്ചപ്പോ കേരളത്തിൽ BJPക്ക് പ്രതീക്ഷകൾ വരുന്നു എന്നുള്ളത് നിങ്ങളെ പോരായ്മയാണ്, നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ വൈകല്യാണ്. അതിന് ഈ പ്രതിഷേധമുണ്ട്. ജനങ്ങൾ ഭരണവിരുദ്ധ വികാരമാണ് ഈ വിധിയെഴുത്ത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിൽ പാവപ്പെട്ട കുട്ടിക്ക് പഠിക്കാൻ അവസരം നിഷേധിക്കുന്ന ഗവൺമെന്റിന്റെ നിഷേധാത്മകമായ നയങ്ങൾക്കെതിരായ വിധിയെഴുത്ത് കൂടിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനിയും കണ്ണു തുറന്നില്ലെങ്കിൽ ഇനി കണ്ണു തുറക്കുമ്പോൾ ബാക്കി നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ അടിയന്തര പ്രമേയം ഇവിടെ അവതരിപ്പിക്കാം. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സാർ, നമുക്ക് യഥാർത്ഥത്തിൽ +1 അഡ്മിഷനെ സംബന്ധിച്ചിടത്തോളം ചർച്ചയാണ്. അതിൻ്റെ കൂട്ടത്തിൽ കുറേ രാഷ്ട്രീയ കാര്യങ്ങളും ബഹുമാനപ്പെട്ട അങ്ങ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾക്ക് താൽക്കാലികമായിട്ടൊരു പരാജയമെല്ലാം ഉണ്ടായിട്ടുണ്ട്, മുമ്പും ഉണ്ടായിട്ടുണ്ട്. പരാജയം ഉണ്ടായത് അവസാനത്തെ കാര്യമാണെന്നൊന്നും ഞങ്ങൾ കരുതില്ല, നിങ്ങളും കരുതുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്കും പരാജയം ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു അത്താണിയായും സംരക്ഷണമായി നിൽക്കുന്ന ഏക പാർട്ടി ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനമാണെന്നുള്ളത്. അല്ല, ചിരിക്കണ്ട. അതല്ല അതിന്റെ സത്യം എന്ന് പറയുന്നത്. മിനിസ്റ്റർ പറഞ്ഞോ? ഇല്ല സാർ, മിനിസ്റ്റർ പറഞ്ഞോ? തൃശ്ശൂർ ഏതാണ്ട് 1 ലക്ഷം വോട്ട് പിന്നെ പോയല്ലോ, കുറഞ്ഞല്ലോ. ഇടതുപക്ഷത്തിന്റെ വോട്ട് പോയില്ല, വോട്ട് പോയത് UDFന്റെ വോട്ടാണ്. വോട്ട് അതിനെ പറ്റിയൊന്നും പറയണ്ട. ബഹുമാനപ്പെട്ട ഞാനിവിടെ അവതരിപ്പിച്ച ഓരോ ജില്ലയുടെയും കണക്കിനെ സംബന്ധിച്ചിടത്തോളം അതിവിടെ സഭാരേഖയിലുള്ളതാണ്. ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് ബഹുമാനപ്പെട്ട അംഗത്തോടും ഈ സഭയോടും പറയുകയാണ്, അത് വേണമെങ്കിൽ സഭാനാഥൻ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കട്ടെ. അതല്ലെങ്കിൽ നമുക്ക് കുഞ്ഞാലിക്കുട്ടി സാറിനെ മധ്യസ്ഥനായിട്ട് എത്തി നമുക്ക് തമ്മിലൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിലെ +1 അഡ്മിഷന്റെ യഥാർത്ഥ ചിത്രമാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്. ഇതിൽ വിചാരിക്കുന്ന വിദ്യാർത്ഥിക്ക് വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളിൽ കിട്ടണമെന്ന് പറഞ്ഞാൽ, ആഗ്രഹിക്കുന്ന സീറ്റ് കിട്ടണമെന്ന് വെച്ചാൽ അങ്ങേ മന്ത്രിയാക്കിയാലും നടക്കില്ല. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, അങ്ങ് സംസാരിച്ചോ? വഴങ്ങൊന്നും വേണ്ട. അപ്പൊ ഇതില് ഷംസ് പറയട്ടെ. ഷംസ് മിനിസ്റ്റർ വഴങ്ങണ്ട. അല്ല, ഞാൻ വഴങ്ങുന്നില്ല, വഴങ്ങുന്ന പ്രശ്നമില്ല. ഇങ്ങോട്ട് നോക്കി സംസാരിച്ചാൽ മതി, അഡ്രസ് ചെയ്താൽ മതി. അതായത് കഴിഞ്ഞ വർഷം 21 നിങ്ങൾ രേഖ പരിശോധിച്ച് നോക്കുക. 2021, 2022, 2023 വർഷങ്ങളിൽ അവിടെ സംസ്ഥാനത്താകെ തന്നെ അഡ്മിഷൻ പൂർത്തീകരിച്ച അവസരത്തിൽ 1000 മുതൽ 5000 വരെയുള്ള സീറ്റുകൾ മലപ്പുറം ജില്ലയിൽ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നുള്ള കാര്യം വീണ്ടും ആവർത്തിച്ച് തന്നെ ഞാൻ പറയുകയാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ ഇഷ്ടമുള്ള സീറ്റ് കിട്ടാത്തതുകൊണ്ടോ ഇഷ്ടമുള്ള വീടിനടുത്തുള്ള സ്കൂളിൽ കിട്ടാത്തതുകൊണ്ടൊക്കെ ആയിരിക്കാം.
പക്ഷെ ഒഴിഞ്ഞു കിടന്നിരുന്നു എന്നുള്ള കാര്യം നമ്മളത് സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. സാർ, ഇവിടെ ഈ ഒന്നാം അലോട്ട്മെന്റ് SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ഒന്നാം അലോട്ട്മെന്റിന്റെ നടപടികൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സമരവും പ്രഖ്യാപിച്ചു. സാർ, അതെന്ത് ന്യായമാണ്? ഒന്നാം അലോട്ട്മെന്റ്, രണ്ടാം അലോട്ട്മെന്റ്, മൂന്നാം അലോട്ട്മെന്റിലൂടെ കഴിയുമ്പോഴല്ലേ അറിയാമല്ലോ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളവരോ. അപ്പോൾ ഇത് മുൻകൂട്ടി തന്നെ തയ്യാറാക്കിയ എല്ലാ വർഷവും കഴിഞ്ഞ 4-5 വർഷക്കാലമായി എല്ലാ വർഷവും +1 അഡ്മിഷൻ സമയത്ത് ഒരു സമരം ഡിക്ലെയർ ചെയ്യുക എന്നുള്ളത് ഒരു രീതിയായി മാറിയിരിക്കുകയാണ്. ഇവിടെ സാർ, ഇവിടെ ഫസ്റ്റ് അലോട്ട്മെന്റ് നടന്ന് ആകെ 2,19,596 പേർ പ്രവേശനം നേടി. ഒന്നാം അലോട്ട്മെന്റ് നൽകിയിട്ടും പ്രവേശനം നേടാത്ത 25,159 അപേക്ഷകരുണ്ട്. 4,414 അപേക്ഷകർ സ്പോർട്സ് കോട്ടയിൽ പ്രവേശനം നേടി. അത്തരത്തിൽ 2,24,010 പേർ ഇതുവരെ ഹയർ സെക്കൻഡറിയിൽ പ്രവേശനം നേടിയിട്ടുണ്ട്. ഇത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ 25,540 ഉൾപ്പെടെ ആകെ 2,49,550 പേർ +1 പ്രവേശനം നേടിയിട്ടുണ്ട്. ജില്ലയ്ക്കകത്തെ അപേക്ഷകൾ പരിഗണിച്ചാൽ ഇനിയും പ്രവേശനത്തിനായി കാത്തിരിക്കുന്ന അപേക്ഷകർ 1,46,952 പേരാണ്. ഒന്നാം അലോട്ട്മെന്റിന് ശേഷം മെറിറ്റ് കോട്ടയിൽ 90,465 സീറ്റുകളുടെ ഒഴിവും എയ്ഡഡ് സ്കൂളിലെ കമ്മ്യൂണിറ്റി കോട്ടയിൽ 24,253 സീറ്റുകളും സ്പോർട്സ് കോട്ടയിലെ 3,583 സീറ്റുകളും എയ്ഡഡ് സ്കൂളിലെ മാനേജ്മെൻറ്റ് കോട്ടയിലെ 38,672 സീറ്റുകളും അൺഎയ്ഡഡ് കോട്ടയിലെ 54,942 സീറ്റുകൾ ഉൾപ്പെടെ 2,11,915 സീറ്റുകൾ ഇനിയിപ്പോൾ അവശേഷിക്കുന്നുണ്ട്. സാർ, അൺഎയ്ഡഡ് മേഖലയിലെ സീറ്റുകൾ ഒഴിവാക്കിയാൽ തന്നെ പൊതുവിദ്യാലയങ്ങളിൽ 1,50,973 സീറ്റുകൾ പ്രവേശനം ലഭിക്കാതെയുള്ള 1,46,952 അപേക്ഷകർക്കും അത് പ്രവേശനം ലഭിക്കുന്നതാണ്. സർ, മലപ്പുറം ജില്ലയുടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. സർ, അവിടെ ആകെ അപേക്ഷകർ 82,446. ഷംസുവിന് സംശയം ഉണ്ടാവില്ല. ജില്ലയ്ക്ക് പുറമേ നിന്നുള്ള അപേക്ഷകർ 7,606. ജില്ലയ്ക്കുള്ളിലെ അപേക്ഷകർ 74,840. ഒന്നാം അലോട്ട്മെന്റിൽ പ്രവേശനം നേടിയവർ 33,170. സ്പോർട്സ് കോട്ടയിൽ പ്രവേശനം നേടിയവർ 874. ഹയർ സെക്കൻഡറിയിൽ ആകെ പ്രവേശനം നേടിയവർ 34,044. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ പ്രവേശനം നേടിയവർ 2,292. ആകെ +1 പ്രവേശനം നേടിയവർ 36,336. അലോട്ട്മെന്റ് നൽകിയിട്ടും പ്രവേശനം നേടാത്തവർ 3,109. സാർ, +1 പ്രവേശനത്തിനായി ശേഷിക്കുന്നവരുടെ എണ്ണം 35,395. ഒന്നാം അലോട്ട്മെന്റിന് ശേഷം മെറിറ്റ് കോട്ടയിൽ ഒഴിവുള്ള സീറ്റുകൾ 17,037. സ്പോർട്സ് കോട്ടയിൽ ഒഴിവുള്ള സീറ്റുകൾ 366. കമ്മ്യൂണിറ്റി കോട്ടയിൽ ഒഴിവുള്ള സീറ്റുകൾ 3,759. മാനേജ്മെന്റ് കോട്ടയിലുള്ള സീറ്റുകൾ 5,091. അൺഎയ്ഡഡ് കോട്ട സീറ്റുകൾ 11,286. ഒന്നാം അലോട്ട്മെന്റിന് ശേഷം ലഭ്യമായ ആകെ സീറ്റുകൾ 37,539. ഇത്തരത്തിൽ പ്രവേശനത്തിന് ശേഷിക്കുന്ന അപേക്ഷകരെയും ശേഷിക്കുന്ന സീറ്റുകളുടെ എണ്ണവും പരിശോധിച്ച് നോക്കുമ്പോൾ 2,244 സീറ്റുകൾ മിച്ചമാണ് എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സാർ, ഇതാണ് സാർ പിന്നെ പറയാനുള്ളത്. ഇത് ഇക്കാര്യത്തിൽ ഒന്നാം അലോട്ട്മെന്റ്, രണ്ടാം അലോട്ട്മെന്റ്, മൂന്നാം അലോട്ട്മെന്റ് കഴിഞ്ഞ് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകളൊന്നുമില്ലെന്ന് ഞാൻ പറയുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് പ്രതിപക്ഷ ഉപനേതാവ് നിവേദനം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം തന്നെ അത് പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് 3 അലോട്ട്മെൻറ്റ് കഴിഞ്ഞ ശേഷം പരിശോധിക്കാം എന്നുള്ള കാര്യം പറയുന്നു. അതുകൊണ്ട് ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട
പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുന്നു. കേരളത്തിലെ മാറി മാറി വന്ന എല്ലാ സർക്കാരുകളുടെയും ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസമാണ്. ദൗർഭാഗ്യവശാൽ ഈ സർക്കാരിൻ്റെ ആദ്യത്തെ 10 പ്രയോറിറ്റികളിൽ പോലും വിദ്യാഭ്യാസം എന്ന കാര്യം ഇല്ല എന്ന് വേദനയോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. സർ, ഇവിടെ മന്ത്രി അവതരിപ്പിച്ച കണക്കുകൾ സർക്കാരിൻ്റെ വെബ്സൈറ്റിലെ കണക്കുകളുമായി യാതൊരു ബന്ധമില്ലാത്ത കണക്കുകളാണ്. സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ ആകെയുള്ള സീറ്റുകൾ പാസ്സായ എലിജിബിലിറ്റിയുള്ള +2 ചേരാൻ എലിജിബിലിറ്റിയുള്ള കുട്ടികളുടെ എണ്ണം, ഇത് തമ്മിലുള്ള ഗ്യാപ്പ്, അത് VHSCയും അതുപോലെ എല്ലാം കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പ് സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ തന്നെ വളരെ വ്യക്തമാണ്. നിങ്ങളുടെ മാർജിനൽ ഇൻക്രീസ് കഴിഞ്ഞിട്ടും ഈ 6 ജില്ലകളിൽ മൈനസാണ് നിൽക്കുന്നത്, സീറ്റുകൾ മൈനസ് ആയിരിക്കും. ഇവിടെ ഒരു വളരെ വിചിത്രമായ വാദം നിങ്ങൾ കൈയടിച്ചു, ഞാൻ അത്ഭുതപ്പെട്ടു. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടും മലപ്പുറത്ത് 17,000 സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്തുകൊണ്ടാണ് അത് ഒഴിഞ്ഞു കിടക്കുന്നത്? നിങ്ങളോട് ഞങ്ങൾ പല പ്രാവശ്യം ഇവിടെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്റ്റേറ്റ് യൂണിറ്റായി എടുക്കല്ലേ, താലൂക്ക് യൂണിറ്റായി എടുക്കണം. നിങ്ങൾ പൊന്നാനി താലൂക്കിൽ താമസിക്കുന്ന ഒരു പാവപ്പെട്ട കുട്ടിക്ക് ഏറനാട് താലൂക്കിലുള്ള ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയാൽ ചേരാൻ പറ്റുമോ? നിലമ്പൂരുള്ള ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയാൽ പൊന്നാനിയിലുള്ള തൃശ്ശൂർ അതിർത്തിയിലാണ്, മറ്റേത് വയനാട് അതിർത്തിയിലാണ് കിടക്കുന്നത്. പൊന്നാനിയിൽ താമസിക്കുന്ന ഒരു പാവപ്പെട്ട ഒരു സാധാരണ കുടുംബത്തിലൊരു കുട്ടിക്ക് നിലമ്പൂർ അഡ്മിഷൻ കിട്ടിയാൽ പോകാൻ പറ്റുമോ? കുറച്ചുകൂടി എളുപ്പത്തിൽ ചോദിക്കാൻ, ഞാൻ ചെറിയങ്കീര് താലൂക്കിൽ പഠിക്കുന്ന ഒരു പാവപ്പെട്ട കുട്ടിക്ക് ഇവിടെ നെയ്യാറ്റിങ്കര താലൂക്കിൽ അഡ്മിഷൻ കിട്ടിയാൽ പോകാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കൂടി നിർദ്ദേശപ്രകാരം ഒരു സർവേ നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ബാച്ച് ഷിഫ്റ്റ് നടത്തിയിട്ടുള്ളത്. അത് ഞാൻ അങ്ങനെ അറിയിക്കുക. പക്ഷേ മലപ്പുറം പോലുള്ളൊരു ജില്ലയിൽ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സും വിജയിച്ച കുട്ടികളുടെ എണ്ണവും തമ്മിൽ വല്ലാതെ മൈനസ് നിൽക്കുന്ന ഒരു ജില്ലയിൽ എന്തുകൊണ്ടാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് 17,000 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നത് എന്ന് ആലോചിക്കാനുള്ള യുക്തിയുള്ള ആരും ഈ വിദ്യാഭ്യാസ വകുപ്പിലില്ലേ? എന്നിട്ട് പറയാണ് അത്രയും സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. ഇപ്പം മന്ത്രി പറയുന്നത് കേട്ടാൽ മലബാറിലെ 6 ജില്ലയിലും ബാക്കി കിടക്കുന്ന സീറ്റ് കൊണ്ടുപോയി എവിടെ കൊണ്ടുപോയി വെക്കുമെന്നാണ് സംശയം. ബാക്കി കിടക്കാണ് സീറ്റ്. എത്ര ആയിരം സീറ്റാണ് അങ്ങയുടെ ആദ്യത്തെ അങ്ങ് അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞ ഓരോ ജില്ലയിലും സീറ്റ് ബാക്കി കിടക്കുന്നതിൻ്റെ എണ്ണം മുഴുവൻ കൂടി വെച്ച് കഴിഞ്ഞാൽ എത്ര സീറ്റാണ്? അങ്ങനെയാണെങ്കിൽ അടുത്ത കൊല്ലം എന്തിനാ മാർജിനൽ സീറ്റ് വർദ്ധിപ്പിച്ചത്? ഇത്രയും സീറ്റ് ബാക്കി കിടക്കുന്നുണ്ടെങ്കിൽ അങ്ങ് എല്ലാ ജില്ലയിലും പറഞ്ഞത് എന്താ? ഇതെല്ലാം കഴിയുമ്പോൾ ബാക്കി സീറ്റിൻ്റെ എണ്ണം വരുമെന്നാണ് പറഞ്ഞത്. 5,000 മുതൽ 10,000 വരെ സീറ്റ് ഓരോ ജില്ലയിലും ബാക്കി വരുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ 5,000 മുതൽ 10,000 വരെ സീറ്റ് ഈ മലബാറിലെ 6 ജില്ലയിലും ബാക്കി വരുമെങ്കിൽ എന്തിനാണ് 30% മാർജിനൽ ഇൻക്രീസ് വിദ്യാഭ്യാസ വകുപ്പ് കൊടുത്തത്? പരസ്പര വിരുദ്ധമാണ്. അങ്ങയുടെ സ്റ്റാറ്റിസ്റ്റിക്സും യാഥാർത്ഥ്യവും തമ്മിൽ പരസ്പര വിരുദ്ധമാണ്. നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്കറിയാം, 30% മാർജിനൽ സീറ്റ് കൊടുത്തത് ഈ സീറ്റുകളുടെ ഗ്യാപ്പ് ഉണ്ട് എന്നറിയാം. എന്നിട്ട് ഗ്യാപ്പില്ല എന്ന് വാദിക്കുകയാണ്. ഗ്യാപ്പില്ല എന്ന് വാദിക്കുകയും ബാക്കി സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയും ചെയ്യുമെന്ന് പറയാം. ഒഴിഞ്ഞു കിടക്കുന്ന ജില്ലയിൽ എല്ലാ അഡ്മിഷനും കഴിയുമ്പോൾ 5,000-ഉം 10,000-ഉം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്ന ജില്ലയിൽ എന്തിനാണ് 30% മാർജിനൽ ഇൻക്രീസ് കൊടുത്തത്? ഈ മാർജിനൽ ഇൻക്രീസ് ഇവിടെ ശ്രീ ഷംസുദ്ദീൻ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. 40 അധ്യാപക വിദ്യാർത്ഥി അനുപാതം, ഇനി 50 ആയിക്കോട്ടെ. 30% ഇൻക്രീസ് വരുമ്പോൾ ഇവിടെ പറഞ്ഞല്ലോ 65 മുതൽ 75 വരെ കുട്ടികൾ ചില ക്ലാസ്സുകളിൽ വരിക. 75 കുട്ടികളെ വെച്ച് എങ്ങനെ പഠിപ്പിക്കും? സമ്മേളനമാണോ? വിദ്യാർത്ഥി സമ്മേളനമാണോ നടക്കുന്നത്? അധ്യാപകൻ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്? മാത്രമല്ല ആ ഏജ് ഗ്രൂപ്പിൻ്റെതായ ചില പ്രത്യേകതകൾ കൂടിയുണ്ട് ഇല്ലേ? ആ ഏജ് ഗ്രൂപ്പ് ഒരു ടീനേജിൻ്റെ മധ്യത്തിലാണ്. ടീനേജിൻ്റെ മധ്യത്തിലുള്ളൊരു ഏജ് ഗ്രൂപ്പാണ്. വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സമയമാണ് ആ വിദ്യാർത്ഥികളുടെ സമയം ജീവിതത്തിൽ. അവർക്ക് ശാരീരികമായും മാനസികമായും ഒക്കെ വളരെ വേഗത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. മാത്രമല്ല അതൊരു ജംഗ്ഷനാണ്. +2 എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊഫഷനിലേക്ക് വേറൊരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് ആൾ പോകണം എന്ന് തീരുമാനിക്കുന്ന
വിദ്യാർത്ഥി ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് +2 എന്ന് പറയുന്നത്. അവിടെയാണ് ആ വിദ്യാഭ്യാസ നിലവാരം മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് 75 പിള്ളേരെ വെച്ച് ക്ലാസ് എടുക്കുന്നു. എവിടെ പോകും നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ? ഹയർ എഡ്യൂക്കേഷൻ്റെ സ്ഥിതി എന്തായിരിക്കും? ഒരുമാതിരി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഹയർ സെക്കൻഡറി, പ്രത്യേകിച്ച് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി ഉണ്ടായപ്പോൾ നിരവധി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ നല്ല സ്റ്റാൻഡേർഡായി ഈ സെക്കൻഡറി ബാച്ചുകൾ വന്ന സംസ്ഥാനമാണ് കേരളം. വളരെ ഹൈ സ്റ്റാൻഡേർഡിലേക്ക് വന്ന പല ഗവൺമെൻറ് സ്കൂളുകളും വലിയ പെർഫോമൻസ് നമ്മുടെ സംസ്ഥാനത്ത് നടത്തുകയാണ്. എയ്ഡഡ് മേഖലയിലെ സ്കൂളുകളും മോശമല്ലാതെ നിൽക്കുകയാണ്. +2 എഡ്യൂക്കേഷന് കേരളത്തിൽ വളരെയധികം പ്രത്യേകതകളുള്ള ഒരു സംസ്ഥാനമാണ്. അവിടെയാണ് ഈ 5-6 ജില്ലകളിൽ, നമുക്കറിയാമല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഹയർ എഡ്യൂക്കേഷനൊക്കെ പോകുന്ന ജില്ലകളിലാണ്. ഒരു കാലത്ത് വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുകയും എന്നാൽ കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കൊണ്ട് അത്ഭുതകരമായ വേഗത്തിൽ, വിസ്മയകരമായ വേഗത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് മുന്നോക്കം വരികയും ചെയ്ത ജില്ലകൾ കൂടിയാണ്. നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ക്യാമ്പസുകളിൽ ചെന്നാൽ ഈ ജില്ലകളിൽ നിന്ന്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന്, പ്രത്യേകിച്ച് ഈ ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ ധാരാളമായി പഠിക്കുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ, JNUവിൽ, സെൻറ്റ് സേവിയേഴ്സിൽ, അതുപോലെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം ഒരു കാലത്ത് വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിന്നിരുന്ന വിദ്യാർത്ഥികൾ വലിയ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക്, വലിയ കോഴ്സുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. വളരെ വിസ്മയകരമായൊരു മുന്നേറ്റം നടക്കുന്ന ഒരു കാലമാണ്. അതിൻ്റെ ചിറകൊടിക്കാൻ മാത്രം, ആ പറക്കൽ, കുട്ടികൾ പറന്നു പോകുന്നതിൻ്റെ ചിറക് അരിഞ്ഞു കളയാൻ വേണ്ടി മാത്രമാണ് ഈ സംവിധാനം ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത് സത്യം പറഞ്ഞാൽ ഏച്ചു കെട്ടി വയ്ക്കുകയാണ് ഈ സംവിധാനം. ഇതൊരു പരിഹാരമല്ലെന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹം അറിയാത്ത ആളൊന്നുമല്ല, അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം ഇതൊരു പരിഹാരമല്ലെന്ന്. പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനെ വാദിക്കേണ്ടി വരും. ഞങ്ങൾ ചോദിച്ചത് എന്തുകൊണ്ട് നിങ്ങളുടെ പ്രയോറിറ്റി ആയില്ല എന്ന് ചോദിച്ചത് ശംസുദ്ദീനോട് പറഞ്ഞ കാര്യം തന്നെയാണ്. നിങ്ങൾ മറ്റു കാര്യങ്ങൾക്ക്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പണം ചെലവാക്കുമ്പോൾ അഡീഷണൽ ബാച്ചുകൾ അനുവദിച്ചാൽ ഉണ്ടാകുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഈ വിദ്യാഭ്യാസമായിരുന്നുവെങ്കിൽ നിങ്ങൾ വേറെ പല അനാവശ്യമായ കാര്യങ്ങൾക്കും ചെലവാക്കിയിരുന്ന പണം പ്രയോറിറ്റിയല്ല. എന്താണ് നമ്മൾ പ്രയോറിറ്റി എന്ന് പറയുന്നത്? മുൻഗണന കൊടുക്കുന്ന ഓരോ മേഖലകളാണ്, ഓരോ സെക്ടറാണ്, അതിലേക്ക് കൊടുക്കാം. ഞങ്ങൾ പണ്ടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തോട്ട് വണ്ടി കൊണ്ടുപോകുന്ന ആളാണ്. ബഹുമാനപ്പെട്ട ബിഷപ്പ് മാർ കൂർലോസ് പറഞ്ഞതുപോലെ വലത്തേക്ക് തീവ്ര വലതുപക്ഷ വ്യതിയാനമാണ്. നിങ്ങൾക്ക് പ്ലാനിംഗ് ഇല്ല. പ്ലാനിങ്ങിൽ നിന്ന് നിങ്ങൾ പ്രോജക്റ്റിലേക്ക് പോവുകയാണ്. അതാണ് തീവ്ര വലതുപക്ഷ വ്യതിയാനം എന്ന് പറയുന്നത്. ഡൽഹിയിൽ മോഡി ഗവൺമെൻറ് അങ്ങനെ തന്നെയാണ്. അവർ നെഹ്റുവിൻ്റെ കാലത്ത് പോലുണ്ടായ പ്ലാനിങ് വഴിയിൽ ഉപേക്ഷിച്ച് പ്രോജക്റ്റിൻ്റെ പുറകെ പോവുകയാണ്. നിങ്ങളിവിടെ കിഫ്ബിയൊക്കെ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഡീവിയേഷനാണ്, എക്സ്ട്രീം റൈറ്റ് ഡീവിയേഷനാണ്, വലത്തോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ 8 വർഷം മുമ്പ് ഗവൺമെൻറ് വന്നപ്പോൾ ആദ്യത്തെ 2-3 വർഷം കൊട്ടിഘോഷിച്ച എന്താ കണ്ടില്ലേ? പൊതുവിദ്യാഭ്യാസ യജ്ഞം. കുട്ടികൾ ഒഴുകി വരികയാണ് പൊതുവിദ്യാലയങ്ങളിലേക്ക്. നിങ്ങൾ വളരെ ഫലപ്രദമായി അത് അവതരിപ്പിച്ചു, പബ്ലിക്കിൻ്റെ മുമ്പിൽ നിങ്ങളത് അവതരിപ്പിച്ചു. നിങ്ങളുടെ ഗവൺമെൻറ് വന്നതിന് ശേഷം പൊതുവിദ്യാലയങ്ങളിലേക്ക് ഒഴുക്കാണ് എന്ന് നിങ്ങൾ പറഞ്ഞു, പ്രചരിപ്പിച്ചു. ഇപ്പോഴുള്ള സ്ഥിതി എന്താ? ഒന്ന് കണക്കെടുത്ത് നോക്ക് കണക്ക്. കഴിഞ്ഞ വർഷം 1,00,000-ഓളം കുട്ടികളാണ് കുറഞ്ഞത്. ഈ വർഷവും കുറഞ്ഞു. ഗൗരവതരമായി പൊതുവിദ്യാലയങ്ങളിലേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണം കുറയുകയാണ്. ഇപ്പോൾ നിങ്ങൾ മിണ്ടാത്തതിനെ പറ്റി. ഇല്ലെങ്കിൽ എന്തായിരുന്നു ഇതിനെ പ്രചരണം? ഇപ്പം മിണ്ടുന്നില്ല അതിനെപ്പറ്റി. പൊതുവിദ്യാലയങ്ങളിലേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണം 10,000-കണക്കിന് കുറയുകയാണ്. നേരത്തെ CBSE 10th കഴിഞ്ഞാൽ സ്റ്റേറ്റ് സിലബസിലേക്ക് കുട്ടികൾ വരുമായിരുന്നു ധാരാളം. ഇപ്പോൾ സ്റ്റേറ്റ് സിലബസ്, CBSE സിലബസ് കഴിഞ്ഞ് സ്റ്റേറ്റ് സിലബസിലേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണം ഗൗരവതരമായി കുറഞ്ഞിരിക്കുന്നു. കണക്ക് നോക്കിക്കോ. കഴിഞ്ഞ 4-5 വർഷക്കാലത്തെ കണക്ക് നോക്കിക്കോ. നേരത്തെ മറ്റത് പഠിക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ പ്രൊഫഷണൽ കോഴ്സുകളിൽ പോകുമ്പോൾ +2-ന് കുറച്ചുകൂടി മാർക്ക് കിട്ടാൻ CBSEയേക്കാൾ ബെസ്റ്റ് സ്റ്റേറ്റ് സിലബസാണ്. അങ്ങനെ നല്ല ഒരു ഇറോഷൻ CBSEയിൽ നിന്ന് സ്റ്റേറ്റ് സിലബസിലേക്ക് ഉണ്ടായിരുന്നു. അതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഏകദേശം നിൽക്കുകയാണ്, വരുന്നില്ല. വരാത്ത എന്തുകൊണ്ടാണ്? ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അതില്ല.
അഡ്മിഷൻ ഉറപ്പില്ല. മനസ്സിലായില്ല? അഡ്മിഷൻ ഉറപ്പില്ല, നല്ല സ്കൂളിൽ കിട്ടുമെന്ന് ഉറപ്പില്ല. ഇത് വളരെ ഗൗരവത്തോടു കൂടി കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല തളർന്നു പോകും. അതുകൊണ്ട് നിങ്ങൾ കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ കാർത്തികേയൻ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ നിങ്ങൾ തന്നെ വെച്ച കമ്മിറ്റി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കുറവാണെന്ന് ആൾക്കറിയാം. നിങ്ങളൊക്കെ ആ ജില്ലകളിൽ നിന്ന് വരുന്ന എത്രയോ MLA മാരുണ്ട്, എത്രയോ കുട്ടികൾ നിങ്ങളെയൊക്കെ വന്ന് കാണുന്ന രക്ഷകർത്താക്കളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ യാഥാർത്ഥ്യം. അവിടെ നിന്ന് വരുന്ന ജനപ്രതിനിധികൾക്ക് അറിയാമല്ലോ, അല്ലാത്തവരെ ബഹളം ഉണ്ടാക്കുന്നത്. അവിടെ നിന്ന് വരുന്ന ജനപ്രതിനിധികൾക്ക് അറിയാമല്ലോ ആവശ്യമായ സീറ്റ് അവിടെ ഇല്ല, ആഗ്രഹിക്കുന്നത് പോലെ പഠിക്കാൻ പറ്റുന്നില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ് സാർ. ഇതൊക്കെയാണ് ഈ സഭ ചർച്ച ചെയ്യേണ്ടത്, ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യേണ്ടത്, അല്ലാത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ പറയുന്നത്. ഗൗരവത്തോടു കൂടി ഇത് നമ്മുടെ ഒരു കൾച്ചറുണ്ട്, നമ്മുടെ ഗവൺമെന്റുകൾ കൊടുത്തിരുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട്, ഏറ്റവും കൂടുതൽ കൊടുത്തിരുന്ന അത് നിങ്ങൾ ഇല്ലാതാക്കുന്നു എന്ന് സങ്കടത്തോടുകൂടി പറയേണ്ടി വരും. സാർ, ഗവൺമെന്റിന്റെ നിലപാട് നിസ്സഹകരണമാണ്. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. 75 പേരെ വെച്ച് 30% മാർജിൻ കൊടുത്ത് വേണമെങ്കിൽ പഠിച്ചോ, അല്ലെങ്കിൽ പഠിക്കണ്ട എന്നുള്ള 65 കുട്ടികളെ ഒരു ക്ലാസ്സിൽ അഡ്മിഷൻ കൊടുക്കുന്നത് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലഘട്ടത്തിൽ മാത്രമല്ല, UDFിൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് നമുക്ക് രണ്ട് കൂട്ടർക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്ന് കരുതുക. അബ്ദുറബിൻ്റെ കാലഘട്ടത്തിൽ 80 വരെ കൊടുത്തിട്ടുണ്ട്, ഒരു ക്ലാസ് 80 വരെ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, അങ്ങയുടെ ഒരു ആശങ്ക പ്രകടിപ്പിച്ചതുപോലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. 1-ാം ക്ലാസ്സിൽ ഇപ്പോൾ കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ഞാൻ കൃത്യം കണക്ക് എടുത്തിട്ടുള്ള 1-ാം ക്ലാസ് കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. അങ്ങ് പറഞ്ഞ പോലുള്ള ഒരു ഉത്കണ്ഠയ്ക്കും യാതൊരു ഇതുമില്ല. അങ്ങ് പറഞ്ഞത് ശരിയാണ്, അദ്ദേഹം പറഞ്ഞത് ശരിയാ. UDFിൻ്റെ കാലത്ത് ഇങ്ങനെ കുട്ടികളുടെ എണ്ണം മാർജിനലായിട്ട് കൂട്ടേണ്ടി വന്നു. അങ്ങനെ കൂട്ടേണ്ടി വന്നപ്പോൾ ആ ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്ത്. എന്താ തീരുമാനം? 1400 ബാച്ച് അനുവദിക്കാനുള്ള തീരുമാനമെടുത്ത്. അത് തിരുത്തി. ആ കുട്ടികളുടെ എണ്ണം കുറഞ്ഞ് ആവശ്യമായ സ്ഥലത്ത് ബാച്ച് അനുവദിച്ചു. ആ അഡീഷണൽ ബാച്ചുകൾ അനുവദിക്കണം, ഇതിന് പ്രയോറിറ്റി കൊടുക്കണം എന്നതാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾ കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും വേണ്ടി സംസാരിക്കുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും അതൊന്നും ചെയ്യില്ല, ഇങ്ങനെ തന്നെ പോയാൽ മതി എന്നുള്ള നിലപാടാണ് നിങ്ങൾ. സാർ, അതിൽ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യുന്നു. സർ, ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഈ പ്രശ്നം അറിയാത്തതല്ല, നല്ലപോലെ അറിയാം. അദ്ദേഹം അവതരിപ്പിക്കുന്ന രീതി കണ്ടാൽ തന്നെ പറയുന്നതിനെക്കുറിച്ച് ശരിയായ ഒരു ബോധ്യം പറയേണ്ടി വന്നതുകൊണ്ട് പറയാണ്, കാര്യം മറിച്ചാണ് എന്നുള്ളത് കേട്ടാൽ തോന്നും. സർ, അദ്ദേഹം സംസാരിച്ച് തുടങ്ങിയപ്പോൾ പറഞ്ഞത് സീറ്റുകൾ ബാക്കിയാണ് എന്നാണ്. പക്ഷേ സംസാരിച്ച് അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞത് ഇനി എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം എന്നാണ്. സർ, ഈ വിഷയത്തെ സംബന്ധിച്ച് ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള വിദ്യാഭ്യാസ മന്ത്രിയുള്ള സന്ദർഭത്തിൽ ഞങ്ങൾ നിവേദനം നടത്തി. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ഈ പറഞ്ഞ എല്ലാ മാർജിനൽ ഇൻക്രീസും കൊടുത്താൽ ഞങ്ങൾ ബോധ്യപ്പെടുത്തി തരാം. പാലക്കാട് ജില്ലയിൽ പിന്നെയും 6000 ചില്ലറ സീറ്റിൻ്റെ കുറവുണ്ടാവും. മലപ്പുറത്ത് പിന്നെയും 22,000 ചില്ലറ സീറ്റിൻ്റെ കുറവുണ്ട്, ഞങ്ങൾ ബോധ്യപ്പെടുത്തി തരാം. അതുപോലെ കോഴിക്കോട് 3000 ചില്ലറ, അങ്ങനെ പോകുന്നു. കണ്ണൂർ 3000-ലധികം സീറ്റുണ്ട്, കാസർഗോഡ് ഉണ്ട്. ഇത് സത്യമാണ്, ഇത് വസ്തുതയാണ്. ഒരുപാട് കുട്ടികൾ പഠിപ്പ് നിർത്തുകയാണ്, അല്പം മാർക്ക് ഇല്ലെങ്കിൽ ചേരാൻ കഴിയില്ല. പിന്നെ ഓപ്പൺ ആയിട്ട് പരീക്ഷ എഴുതിയും പിടിച്ചുമൊക്കെ എങ്ങനെയൊക്കെയോ കഴിയാണ്. ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്ന അൺഎയ്ഡഡിൽ കുറേ സീറ്റ്, അതുപോലെ തന്നെ മറ്റ് മേഖലയിൽ പോളിടെക്നിക്കൽ UCയിൽ അവിടെയും ഇവിടെയൊക്കെ കുറേ സീറ്റ് എല്ലാം കൂടി തട്ടിക്കൂട്ടിയ ഒരു കണക്കുണ്ടാക്കി കൊണ്ടുവന്ന് 65-70 കുട്ടികളെ ഒരു ക്ലാസ്സിലിരുത്തി പഠിപ്പിക്കുക. അവിടെ ഒരു മാർജിനൽ ഇൻക്രീസ് എന്തെങ്കിലും കൊടുത്ത് വിഷയം അവസാനിക്കുക. സർ, ഈ മൈൻഡ് സെറ്റ് എന്താ? സർ, കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു, അതുപോലെ കേരളത്തിൻ്റെ ഒരു ഭാഗത്തെ നമ്മൾ ഇങ്ങനെ അവഗണിക്കാൻ പാടുന്നു. സർ, 5-8 കൊല്ലമായില്ലേ സർ? ഇവിടെ ഞങ്ങൾ ഭരിക്കുന്ന സമയത്ത് ഈ കുറവ് നികത്തിയോ എന്നങ്ങ് ചോദിച്ചു.
നികത്താൻ ശ്രമിക്കുമ്പോൾ ഉണ്ടായ പ്രക്ഷോഭം നമുക്കറിയാം. ആ പ്രക്ഷോഭത്തിൻ്റെ ഇടയിൽ കൂടി കുറേയൊക്കെ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറേയൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ 8 കൊല്ലമായിട്ട് അത് തൊടുന്നില്ല. എന്തായിരിക്കും കഥ? പാലക്കാട് ജില്ലയിൽ ഹോം മിനിസ്റ്റർ ഉണ്ടല്ലോ, ഒന്ന് അവിടുത്തെ കുട്ടികളുടെ സ്ഥിതി എന്താ എന്നൊന്ന് അന്വേഷിക്കണം. എവിടെയെങ്കിലുമൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ പഠിക്കണമെന്ന് ആ ജില്ലയിൽ നടക്കൂല. ഇവിടെ പറഞ്ഞ പോലെ നിലമ്പൂരുള്ള കുട്ടി പൊന്നാനി ചേരുക, ഇതൊന്നും കണക്കിലെടുക്കാതെയാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ കണക്ക് മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഈ കണക്കുകൾ നമുക്ക് തന്ന് അതുകൊണ്ടൊന്ന് ഇവിടെ അവതരിപ്പിച്ചാൽ പ്രശ്നം തീരുമോ? ഈ 5-8 കൊല്ലമായിട്ട് ഇത് ഒരു പ്രയോറിറ്റി അല്ല. വിദ്യാഭ്യാസ രംഗത്തുള്ള ഈ ഗൗരവമുള്ള പ്രശ്നം അവിടെയുള്ള കുട്ടികൾക്ക് എവിടെയും പഠിച്ചൂടാ എന്നുള്ള സ്ഥിതി പരിഹരിക്കാൻ വേണ്ട കാര്യമായ ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ വരുന്നില്ല. അങ്ങേർക്ക് തന്നെ അറിയാം, അനുവദിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പൈസ ഇല്ല. എന്നാൽ പിന്നെ അത് പറഞ്ഞൂടെ? പക്ഷെ അത് പറയാതെ അവിടെ സീറ്റ് അധികമാണ് ഒന്നുമില്ലാത്തവൻ്റെ മുഖത്ത് നോക്കി, അതാണ് അരപ്പട്ടിനി മുഴുപ്പട്ടിയായി കിടക്കുന്ന സമയത്ത് ഞങ്ങളോട് നോക്കി അവിടെ നിങ്ങൾക്ക് എല്ലാം ഉണ്ട്, പിന്നെ എന്തിനാ അങ്ങനെ പട്ടിണി എടുക്കണത് എന്ന് ചോദിക്കുന്ന പോലെയല്ലേ ഇത്? അപ്പോൾ അത് വളരെ കഷ്ടമാണ്. അങ്ങനെ സമീപനം അങ്ങയുടെ സമീപനം നെഗറ്റീവാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കാര്യം നടക്കുന്നില്ല. മുൻമന്ത്രിയൊക്കെ ആയിരുന്ന ആളാണല്ലോ. നമുക്ക് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുന്നത് എങ്ങനെയാണ്? ഞാനും അങ്ങും നമ്മളെല്ലാവരും ശേഖരിക്കുന്നത് അതിനൊരു സംവിധാനമുണ്ട്. പക്ഷേ ആ സംവിധാനത്തിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ നമ്മുടെ പ്രായോഗിക പരിചാരണത്തിൻ്റെയും നമ്മുടെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് പരിശോധിച്ച് നോക്കിയിട്ട് നിയമസഭ പോലുള്ളൊരു സമിതിയിൽ ഉത്തരവാദിത്വത്തോടു കൂടി അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് അങ്ങ് കള്ളം പറയുന്നൊന്നും ഞാൻ പറയുന്നില്ല, ആരോ തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന രൂപത്തിൽ അങ്ങ് കുറിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങൊരിക്കലും കള്ളം പറഞ്ഞ ആളല്ല. ആരോ അങ്ങേ ഏതോ എന്തോ ഒരു വിരോധമുള്ള ഞാനൊരു വാക്കൗട്ട് പ്രസംഗത്തിൽ ഈ പറഞ്ഞ അങ്ങ് വായിച്ച പോലെ ഈ പട്ടിക വായിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ആകെ പാസ്സായവർ, ആകെ എലിജിബിളായവർ, A+ കിട്ടിയവർ, HSC, VHSC ടോട്ടല്, മാർജിനൽ ഇൻക്രീസ് കൊടുത്താൽ ഇത്ര, കൊടുക്കാതിരുന്നാൽ ഇത്ര, ഈ കണക്ക് ഞങ്ങൾ അങ്ങേക്ക് തരാം. അങ്ങേക്ക് വിശ്വാസമുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പരിശോധിപ്പിക്ക്. എന്നൊക്കെ നിയമസഭാ കമ്മിറ്റി പരിശോധിക്കട്ടെ, വിരോധമില്ല. എന്തിനാ ഇവിടെ ഇരിക്കുന്ന MLA-മാരിൽ പാലക്കാട് നിന്നുള്ളവരും കോഴിക്കോട്ട് നിന്നുള്ളവരും പറയട്ടെ അവിടെ യാതൊരു കുറവുമില്ല എന്ന്. അത് അങ്ങോട്ട് പറഞ്ഞ് ചോദിച്ചാൽ മതി. അങ്ങ് അസംബ്ലി പറയുമ്പോൾ അവർക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. അസംബ്ലി പിരിഞ്ഞതിന് ശേഷം അങ്ങ് ദയവായിട്ടൊന്ന് ചോദിക്കണം അവിടുത്തെ സ്ഥിതി എന്താണെന്ന്, അപ്പോൾ മനസ്സിലാവും. ഞാൻ പറഞ്ഞത് വിട്ടേക്ക്, അവർ പറയുന്നത് എന്താ നോക്കിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഇത് എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ള ഒരു രാഷ്ട്രീയ തീരുമാനത്തിലേക്കോ അല്ലെങ്കിൽ ഇതിനെങ്ങനെങ്കിലും കുറച്ച് ഫണ്ട് കണ്ടെത്തുക എന്നൊരു തീരുമാനത്തിലേക്കോ ഗവൺമെൻറ് വന്നാൽ മാത്രമേ ഇത് നടക്കുള്ളൂ. ഇല്ല എങ്കിൽ വമ്പിച്ച അവഗണനയാണ് സർ. കേരളത്തിൻ്റെ ഒരു ഭാഗത്തെ മുഴുവൻ 5-8 കൊല്ലമായി ഈ അവഗണന തുടരുകയാണ്. ഇനിയും നിങ്ങൾ തുടരുകയാണ് എന്നുണ്ടെങ്കിൽ എല്ലാ കൊല്ലവും സമരം ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് വളരെ വലിയ ഒരു നിഷേധമാണ്. അതിൽ ഗവൺമെൻറ്റിൻ്റെ ഈ സമീപനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട്. സർ, മലബാർ മേഖലയിൽ വിവിധ ജില്ലകളിൽ ഹയർ സെക്കൻഡറി പഠനത്തിന് അവസരം നിഷേധിക്കപ്പെടുന്ന വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളാണ് ഇന്ന് പ്രതിപക്ഷ നിയമസഭയിൽ കൊണ്ടുവന്നത്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മറുപടിയിൽ ചൂണ്ടിക്കാണിച്ചതനുസരിച്ച് അവിടെ കുട്ടികൾക്ക് ആവശ്യമായ സൗകര്യങ്ങളുണ്ട് എന്നുള്ളത് വസ്തുതാപരമല്ല എന്ന മറുപടിയാണ് പ്രതിപക്ഷ നേതാക്കൾ ഇവിടെ വീണ്ടും ആവർത്തിച്ചു പറഞ്ഞത്. സർ, ഇക്കാര്യങ്ങൾ പരിശോധിക്കാൻ ഗവൺമെൻറ് തയ്യാറാകണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമുക്ക് 10ാം ക്ലാസ്സിന് ശേഷം 11ഉം 12ഉം പഠിക്കാനുള്ള കുട്ടികളുടെ അവകാശം എന്നത് ഒരു ഭാഗത്ത്, 2 സയൻസ് വിഷയത്തിൽ പഠിക്കാനാണ് എല്ലാ കുട്ടികളും ആഗ്രഹിക്കുന്നത്. നമുക്ക് ഇവിടെ അത് കേരളത്തിലൊട്ടാകെ എല്ലാ സ്ഥലത്തും ഒരു പ്രശ്നമാണ്. സയൻസ് വിഷയം പഠിക്കാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ സയൻസിൽ ആവശ്യമായ സീറ്റില്ല. സയൻസിൽ സീറ്റ് കൊടുത്താൽ മാത്രമേ ഉള്ളൂ. മറ്റ് ഈ ഹ്യൂമാനിറ്റീസും അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളുമൊക്കെ കുറച്ച് കുട്ടികൾ ചേരാതെ സീറ്റുകൾ കിടക്കുന്നത് സ്വാഭാവികമാണ്. സയൻസ് വിഷയങ്ങളിൽ കൂടുതൽ ബാച്ചുകൾ കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള
ഒരു നിലപാടിലേക്ക് ഗവൺമെൻറ് വരേണ്ടത് ഒരു അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അതുകൊണ്ട് ഗവൺമെൻറ് ഇക്കാര്യം വീണ്ടും പരിശോധിക്കാൻ തയ്യാറാണെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത്രയും ഗുരുതരമായൊരു പ്രശ്നം, കുട്ടികളെ ഭാവിയെ ബാധിക്കുന്ന പ്രശ്നമുണ്ടായിട്ടും അതിനോട് അനുഭാവപൂർവ്വമായൊരു നിലപാട് സ്വീകരിക്കാൻ ഗവൺമെൻറ് തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വാക്കൗട്ടിൽ പങ്കെടുക്കും. യെസ് സർ, മാർജിൻ ഇൻക്രീസ് വഴി 65-70 കുട്ടികൾ വരെ വരുമ്പോൾ ഉണ്ടാവാൻ പോകുന്ന വിദ്യാഭ്യാസ നിലവാര തകർച്ചയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി അബ്ദുറബ്ബിൻ്റെ കാലത്തെ 80 കുട്ടികളുടെ കണക്കാണ് പറഞ്ഞത്. സാർ, അങ്ങ് വിഷയത്തിലേക്ക് കടന്നു വരുന്നില്ല. അന്ന് അഡീഷണൽ ബാച്ചുകൾ നൽകിക്കൊണ്ട് അന്നത്തെ ഗവൺമെൻറ് ഈ വിഷയത്തിലേക്ക് ആധികാരികമായി ഇടപെട്ടു എന്നുള്ളത് അങ്ങ് വിസ്മരിക്കരുത്. സാർ, ഇവിടെ ഇന്ന് ഈ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ നിഷേധിക്കുന്ന നിലയിലേക്ക് ഈ വിഷയം മാറുകയാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞത് എല്ലാ അങ്ങ് പറഞ്ഞ പോലെ ഒരു മേഖലയോടും വേർതിരിവില്ല എന്ന് അങ്ങ് പറയുമ്പോൾ അത് മുഖവിലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നീതിയുക്തമായ സമീപനം ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടാവണം. അത് ഉണ്ടാവുന്നില്ല. ഈ വിഷയം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് വാക്കൗട്ട് ചെയ്യുകയാണ്. യെസ് റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വളരെ ആശങ്കയിലാണ് സാർ. അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയം ഇഷ്ടപ്പെട്ട സ്കൂളിൽ കിട്ടാത്ത പല ബുദ്ധിമുട്ടുണ്ട്. 60 കുട്ടികളാണ് ഒരു ക്ലാസ്സിലുണ്ടാകുന്നത്. അങ്ങനെ വരുമ്പോൾ വലിയ പ്രയാസത്തിൽ പല സ്ഥാപനങ്ങളും ഉണ്ടാവുകയാണ്. ഇത് അടിയന്തരമായി ഗവൺമെൻറ് ഒന്ന് പുനഃപരിശോധിക്കണം. അധിക ബാച്ച് അനുവദിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുമോ എന്ന് പരിശോധന സർക്കാർ അടിയന്തരമായി നടത്തണമെന്ന് പറയുകയാണ്. ഈ വിഷയം ചർച്ച ചെയ്യാത്തത് പ്രതിഷേധിച്ച് വാക്കൗട്ട് നടത്തും.